ഇന്നലെ ഇന്ത്യൻ ജനത സാക്ഷ്യം വഹിച്ചത് വളരെ അസാധാരണമായ നിമിഷങ്ങൾക്കാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി 14 മണിക്കൂർ നീണ്ട പാർലമെന്റ് സമ്മേളനം, മണിക്കൂറുകൾ നീണ്ട വാഗ്വാദങ്ങൾ, വിമർശനങ്ങൾ, പ്രതിരോധങ്ങൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാചകമുണ്ട്: ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുന്നു. അതെ, ഇവിടെ മുനമ്പം ജനതയുടെ ഉറക്കമൊഴിഞ്ഞ രാവുകൾ അവസാനിച്ചിരിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച പാർലമെന്റ് സമ്മേളനം 2025 ഏപ്രിൽ 3 വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ ലോകസഭയിൽ പാസ്സായത്. ലോകസഭയിൽ 288 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 232 പേർ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. മുനമ്പം ജനതയുടെ കൂടെ നിൽക്കേണ്ട കേരളത്തിലെ 19 എംപിമാരിൽ 18 പേരും വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർത്താണ് വോട്ട് ചെയ്തത്. രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഈ വഖഫ് വിഷയത്തിൽ മൊത്തം ചർച്ചയായത് മുനമ്പം ജനതയുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഇന്നലെ കേരളം ഉറ്റുനോക്കിയത് കേരളത്തിലെ എംപിമാരുടെ നിലപാടായിരുന്നു. പക്ഷേ കപട മതേതരത്വത്തിന്റെ പേരിൽ മുനമ്പം ജനതയുടെ കണ്ണീരിന് വില കൊടുക്കാത്ത UDF എംപിമാരെ കേരളം ഇന്നലെ കണ്ടു. ഒരു യോദ്ധാവിനെ പോലെ പോരാടുന്ന സുരേഷ് ഗോപിയെയും ജോർജ് കുര്യനെയും കേരളം കണ്ടു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മാത്രമാണ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചത്. മുനമ്പം ജനത ഉൾപ്പെടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച, ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കേണ്ട ജനപ്രതിനിധികൾ, എന്തിന് മുനമ്പം ജനത ജയിപ്പിച്ചുവിട്ട അവരുടെ സ്വന്തം ഹൈബി ഈഡൻ MP പോലും നട്ടെല്ല് നിവർത്തി കൂടെ നിൽക്കാതെ എമ്പുരാന്റെ നട്ടെല്ല് നിവർത്താനാണ് കഷ്ടപ്പെട്ടത്. അതെ, ഇവിടെ മുനമ്പം ജനതയുടെ രാവും പകലും അറിയാതെ അവർ ചെയ്ത യുദ്ധത്തിന്റെ വിജയദിനം. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തവരുടെ അവകാശവാദം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണമാണത്രേ. ഏതു ന്യൂനപക്ഷങ്ങളുടെ? ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും സർക്കാർ ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്താനും അവകാശങ്ങൾ നിഷേധിക്കാനുമാണ് ശ്രമിക്കുന്നതെന്നും ഭരണഘടനയ്ക്കെതിരെ 4D ആക്രമണം നടത്തുകയാണെന്നുമൊക്കെയാണ് കോൺഗ്രസ് ആരോപിച്ചത്. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നവരും പാവപ്പെട്ടവനോടൊപ്പം എന്ന് മൈക്ക് കെട്ടി പ്രഘോഷിക്കുന്നവരും ഒക്കെ മുനമ്പം പ്രശ്നത്തിൽ എവിടെയായിരുന്നു? വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന 1995 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് കേന്ദ്ര സർക്കാർ ബിൽ അവതരിപ്പിച്ചത്. മുനമ്പം ജനതയുടെ തലയ്ക്ക് മുകളിൽ നിന്ന വഖഫ് വാൾ ഇന്ന് രാജ്യസഭ കൂടി കടന്നാൽ ബിൽ നിയമമാകും. നിർദ്ദിഷ്ട നിയമനിർമ്മാണം രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ നിലവിൽ വരും. ഇതോടെ വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന 1995 നിയമം ഇല്ലാതാകും. ബില്ലിനെതിരായ ശക്തമായ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളുടെ മുനയൊടിച്ചാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. വഖഫുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം കാണാൻ ഈ ബില്ലിന് സാധിക്കും. മുനമ്പത്തെ കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാനും ബിൽ സഹായിക്കുമെന്ന് മന്ത്രി മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. ആദിവാസി ഭൂമിയും ചരിത്ര സ്മാരകങ്ങളും വഖഫ് ഭൂമിയാക്കുവാൻ പാടില്ലെന്ന പുതിയ വ്യവസ്ഥകൾ കൂടി ബില്ലിലുണ്ട്. വഖഫിന്റെ കാര്യത്തിൽ വിധി എഴുതപ്പെട്ടെങ്കിലും ഇനി ഈ 18 എംപിമാരുടെ കാര്യത്തിൽ കേരളത്തിന്റെ ജനത ഒറ്റക്കെട്ടായി വിധി എഴുതും.